ഓപ്പറേഷൻ തൂഫാൻ അങ്ങ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയാണോ സർ? അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നില്ല, പക്ഷെ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതെന്താ? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അറിയാലോ. അവരുടെയാണ് മറ്റേ മൗദൂദിസ്റ്റുകളുടെ സംഘടനയാണ്. അവരുടെയാണ് മീഡിയ വണ്ണും മാധ്യമവും പത്രവും ഒക്കെ. അപ്പൊ അവരുടെ അനിഷേധ്യനായിട്ടുള്ള ഒരു ഷൂറ അംഗം, അഥവാ പണ്ഡിത സഭയിലെ അംഗം, അല്ലെങ്കിൽ വലിയ നേതാവ്, ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരാണ് ഷെയ്ഖ് കാരക്കുന്ന്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് കുറച്ചുകൂടി സത്യസന്ധനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട പൂക്കി സതീശൻ വന്നിട്ട് ഇവരുടെ സംഘടനയെ കുറിച്ച്, ഈ കേരള ചരിത്രത്തിലോ ഇന്ത്യൻ ചരിത്രത്തിലോ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം സതീശൻ കോൺഗ്രസിനെ കുറിച്ച് പറയാം, അതിന് തെറ്റില്ല. പക്ഷെ സതീശൻ വന്നിട്ട് ഈ മൗദൂദികൾക്ക്, അതായത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമികൾക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞിരുന്നു. അതായത് മനസ്സിലായല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമാണ് അത്തരത്തിലൊരു എൻഡോഴ്സ്മെന്റ്. അത് എന്തിനാണ് വേറെ സംഘടനയ്ക്ക് വേണ്ടി നടത്തിയത് എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. സത്യത്തിൽ സതീശനെ കണ്ടിട്ട് എനിക്ക് ഹമാസിനെ കുറിച്ചും അതുപോലെ ISIS-നെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായം ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മള് അങ്ങനെ ഒറ്റക്ക് നേരിട്ട് ചോദിക്കണ ശരിയല്ലോ എന്ന് ചോദിക്കാത്ത. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത്തരത്തിൽ അഭിപ്രായം പറഞ്ഞ ഒരാളാണ്. ആനക്ക് കൊമ്പില്ല എന്നൊക്കെ പറയുന്ന പോലെയാണ് എന്ത് ചെയ്തത്. ഇത് അദ്ദേഹം ഇതുപോലെ ഡയലോഗ് ഇട്ടിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അന്ന് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വന്നിട്ടൊരു ഡയലോഗ് ഇട്ടിരുന്നു. ആ ഡയലോഗ് ഇട്ടത് അദ്ദേഹം വന്നിട്ട് തുറന്നു പറഞ്ഞത്, അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, മതരാഷ്ട്രവാദമൊന്നും നമ്മളിപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. കാരണം ഇവിടെ പ്രാർത്ഥന പോലും പൂർത്തിയാകുന്നില്ല. പ്രാർത്ഥന പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മതരാഷ്ട്രം, അതായത് ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ മാത്രമേ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ താൽക്കാലിക ബദലുകളാണ്. ഏത് മറ്റേ മഹല്ല് കമ്മിറ്റി, ഹജ്ജ് കമ്മിറ്റി, പല പരിപാടികളും അതുപോലെ പ്രാർത്ഥനകളും ഒക്കെ താൽക്കാലിക പരിപാടികളാണ്. മെയിൻ പരിപാടി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഏതാണ്? മറ്റേ മതരാഷ്ട്രമാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞൊരാളാണ്, പ്രായമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 18 പരിപാടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. 18 ഞാനിവിടെ പറയുന്നില്ല, സമയക്കുറവുണ്ട്. അത് ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വേറൊരു കാര്യം നമ്മുടെ രമേശ് ചെന്നിത്തല ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹം പോയിട്ട് തൂഫാൻ വാരിയർ എന്ന് പറയുന്ന ഒരു പട്ടം നിരവധി പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കാന്തപുരത്തിന് ചില ബിഷപ്പുമാർക്ക്, അങ്ങനെ എല്ലാവർക്കും കണ്ടിട്ട് അദ്ദേഹം തൂഫാൻ വാരിയർ എന്ന് പറയുന്ന ഒരു പട്ടം കൊടുക്കുന്നുണ്ട്. കൂടാതെ കൊച്ചു കൊച്ചു ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തൂഫാൻ നടപ്പിലാക്കേണ്ടത് ഇങ്ങനെയല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇങ്ങനെയല്ല. ഉദാഹരണത്തിന് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ അയാളെ വിളിക്കണം, കമോൺ ഇവിടെ ഒരു എന്ന് വിളിക്കണം. അപ്പൊ അയാൾ ഇവിടെ വരുമല്ല, കാരണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകുമ്പോൾ ഭയങ്കര അനുസരണയായിരിക്കും എന്നാണ് പുള്ളി വിചാരിക്കണം. അപ്പൊ വരും, എന്നിട്ട് നമ്മൾ അവനെ ഉപദേശിക്കണം. അത് പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിനകത്തുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യണം. അവരോട് വളരെ ദേഷ്യപ്പെടരുത്, ചൂടാകരുത്, വളരെ സ്നേഹമസൃണമായ പെരുമാറ്റമായിരിക്കണം. എന്നിട്ട് അവരോട് പറയണം, ഇത് ഉപയോഗിക്കരുത്, തെറ്റാണ്, വളരെ മോശപ്പെട്ട കാര്യമാണ്, ഇസ്ലാം ഇത് അനുവദിക്കുന്നില്ല, ഇത് ഇസ്ലാമിനെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വളരെ കൃത്യമായിട്ട് ഉപദേശിക്കണം. പിന്നെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കൊടുക്കണം. ഏത് പ്രത്യേകിച്ചും മറ്റേ ആവശ്യമില്ലാത്ത പുസ്തകങ്ങളല്ല, മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ കൊടുക്കണം. ഇങ്ങനെ വായിച്ചു കഴിയുമ്പോൾ അവരിത് തനിയെ തന്നെ ഈ പരിപാടി അവസാനിപ്പിക്കും. നടക്കും. ഇത് നടക്കും. പുള്ളി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞാൽ അതിനകത്ത് അപ്പീലില്ല. അപ്പൊ അത് നടക്കും. ഇതിനൊന്ന്. രണ്ടാമത്തെ പുള്ളി പറയണെന്ന് വെച്ചാൽ, അതുപോലെ ഇത് സെല്ല് ചെയ്യുന്ന ആളുകളുണ്ടാവും, വിൽക്കുന്ന ആള്. നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്, മുഴുവൻ ഞാൻ പറയുന്നില്ല. ഇതുപോലെ സെല്ല് ചെയ്യുന്ന വലിയ റാക്കറ്റുകൾ ഉണ്ടാവും. അപ്പൊ അവരുടെ അടുത്താണെങ്കിലും നമ്മൾ ചെന്ന് അവരെ കാണണം. എന്നിട്ട് പറയണം, ഇത് സമുദായത്തിലോ ഖുറാനോ ഒക്കെ എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇത്തരത്തിൽ അള്ളാഹു ഇത് അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ ഇതിങ്ങനെ സെല്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പടച്ചോന്റെ അടുത്ത് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ കൃത്യമായി ഉപദേശിക്കണം. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ കയ്യിലുള്ള കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കത്തിച്ച് കളഞ്ഞിട്ട്, കഞ്ചാവ് ഞാൻ സാധാരണ വിളിക്കുന്നതാണ്, മറ്റേ സ്റ്റാമ്പൊക്കെ ഉണ്ടല്ലോ, MDMA ഒക്കെ വെക്കുന്നവൻ അപ്പൊ തന്നെ വായിന്ന് സ്റ്റാമ്പൊക്കെ എടുത്തിട്ട് അത് കത്തിച്ച് കളഞ്ഞിട്ട് പൊയ്ക്കോളും. അപ്പൊ അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഈ പരിപാടി നടപ്പിലാക്കാം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ പുള്ളി പറയണത് ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഏൽപ്പിച്ചാൽ ഇത് നടപ്പിലാക്കും. പ്രത്യേകിച്ച് ഏറ്റവും കുറഞ്ഞ പക്ഷം മുസ്ലിം സമുദായങ്ങൾക്കിടയിലെങ്കിലും അവര് നടപ്പിലാക്കും. പിന്നെ വേറെ പ്രശ്നമൊന്നും പേടിക്കാനില്ല. അപ്പൊ ഒരേ ഏരിയ രമേശ് ചെന്നിത്തല ഫ്രീ ആയി. പിന്നെ മറ്റേ ഏരിയ ശ്രദ്ധിച്ചാൽ മതി. ഏത് മറ്റേ ഏരിയകൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഏരിയ പുള്ളി ക്ലീൻ ചെയ്തോളും എന്നുള്ളതാണ് പുള്ളി പറയണത്. പക്ഷെ ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, പുള്ളിയുടെ സംഘടനയുടെ പേര് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നാണ്. അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുകാരോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്,
അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അങ്ങേർക്ക് പ്രായമായി, ഇനി അദ്ദേഹം പ്രായമായെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്ന അജിംസും അതുപോലെ ദാവീദും ഇവരൊക്കെ അതിന്റെ കേഡറുകളാണ്. കൂട്ടത്തിൽ നിഷാദ് റാവുത്തറിനെയൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാവുന്നതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലോകത്തിന്റെ 80% ഹെറോയിൻ ഉൽപ്പാദിപ്പിക്കുന്ന അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പൊ അവിടെ ചെന്ന് ഒരു പ്രബോധനം നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പ്രബോധനം നടത്തിയാണ് ആളുകൾ എന്ത് ചെയ്തത്, മതപ്രബോധനവും പ്ലസ് ഇതിന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും നമ്മൾ ചൂടാകരുത്. വളരെ മൈൽഡായിട്ട് സ്നേഹവസ്ത്രമായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോ അവരൊരു അടി തന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ തന്നെ നമ്മൾ കെട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് വേണം അവരോട് സംസാരിക്കാൻ. അത്ര സ്നേഹത്തിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് ഇന്ത്യയിലെ മുസ്ലിംസ് മാത്രം നന്നായ പോരല്ലോ. ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മാത്രം പോരല്ലോ, അതെല്ലായിടത്തും പറ്റുമല്ലോ. അപ്പൊ എല്ലായിടത്തും പറ്റുമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് നാളെ തന്നെ ഇവിടെ നിന്ന് വണ്ടി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, കാബൂളിലെത്തുക, എന്നിട്ട് അവിടെ ഇറങ്ങുക, ആദ്യം കാണുന്നവരെ പ്രബോധിപ്പിക്കുക. ഏത്, നിങ്ങൾ ഈ 80% ലോകത്തിലേക്കുള്ള ഹെറോയിൻ കയറ്റുമതി ചെയ്യുന്നത് കറുപ്പ് കൃഷിയൊക്കെ നിർത്തണം. പണ്ടവര് ഇല്ലീഗലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ അവര് ലീഗലായിട്ട് ചെയ്യണം. കാരണം അവര് തന്നെയാണല്ലോ ഭരിക്കണം അഫ്ഗാനിസ്ഥാൻ. അപ്പൊ അവരോട് പറയണം, ഇത് പ്രബോധനം നടത്തണം, അതിന്റെ ഖുറാനൊക്കെ വായിച്ച് കേൾപ്പിക്കണം, എന്നിട്ട് പറയണം വരൂ നമുക്ക് എന്ത് ചെയ്യാം, ഈ പരിപാടി ചെയ്യും. അപ്പൊ ഞാൻ പറയണത് അത് ഒറ്റക്ക് പോയി ശരിയാൻ സാധ്യതയില്ല. 10,000-75,000 താലിബാനിസ്റ്റുകൾ ഉണ്ടല്ലോ. അപ്പൊ അത് ഒരു നമുക്ക് എത്ര വിഭജിച്ചാലും ഒരു 5 പേരെങ്കിലും വേണ്ടേ. നല്ലൊരു 10-15,000 പേരെ വെച്ച് ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് അജിംസും ഒന്ന് സി ദാവീദും അതുപോലെ തന്നെ നിഷാദ് റാവുത്തറും ഒക്കെ ആയിട്ട് അങ്ങനെ പോയാൽ ഇവിടത്തെ കാര്യം പോലീസ് നോക്കിക്കോളും. ഇവിടത്തെ കാര്യം എന്ത് ചെയ്തോളും, പാവം പിടിച്ച രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ പോലീസുകാരും കൂടി അവരെ കൊണ്ട് ആകുന്ന പോലെ അവര് നോക്കിക്കോളും. ഇതിന്റെ ഒപ്പം പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഇത് പോലീസിനെ അറിയിക്കണമെന്ന് പറയുന്നില്ലേ. ഇത് വിൽപ്പനയുള്ളവരെ കണ്ടെത്തിയാലോ അല്ലെങ്കിൽ ബാക്കി ഇതിനെ കണ്ടെത്തിയാലോ പോലീസിനെ അറിയിക്കണമെന്ന് പുള്ളിയുടെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടില്ല. ഇനി എനിക്കറിയില്ല വേറെ ഏതെങ്കിലും ഇതിലുണ്ടോന്ന്. ഞാനൊരു റഫായിട്ടുള്ള സാധനം എൻ്റെ കയ്യിൽ കിട്ടിയത്, അതാണ് ഞാൻ വായിച്ചു നോക്കിയത്. അപ്പൊ അതില് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഐഡിയ എങ്ങനെയുണ്ട്, ഇതൊക്കെ എന്ത് തോന്നുന്നത് കേട്ടിട്ട്? ഗംഭീര ഐഡിയ അല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ, ഇനി അഫ്ഗാനിസ്ഥാൻ ചെന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പോകാൻ വേറെ രാജ്യങ്ങളുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തു. എങ്ങനെ ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നതിനാ കൂവെന്ന ആളുകൾ ചോദിക്കൂല. ആ ചോദ്യം എനിക്ക് ഓർമ്മ. എന്നിട്ട് ഇവർ ചെയ്ത ഏറ്റവും വലിയ അടുത്ത പണിയുണ്ട് ഇവിടെ, മറ്റേ ലഹരിക്കെതിരെ എന്ന് പറഞ്ഞ് ഇവരൊരു ക്യാമ്പയിൻ നടത്തി 1.5 കൊല്ലം മുമ്പ് മീഡിയ വൺ. എന്നിട്ട് ഈ മീഡിയ വണ്ണും മാധ്യമമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവർക്ക് വിസ്മയമായിക്കൊണ്ടിരിക്കുന്ന, വലിയ ആശ്ചര്യകരമായിക്കൊണ്ടിരിക്കുന്ന ഭരണം നടക്കുന്ന ഒറ്റ സ്ഥലമുള്ളൂ. അതെവിടെയെന്ന് അറിയാമോ? അത് അഫ്ഗാനിസ്ഥാനിലാണ്. താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ ഇവർ ഭയങ്കര ആഘോഷത്തിലായിരുന്നു ശരിക്കും. അത് നമ്മളൊന്നും വിളിച്ചില്ല, പക്ഷെ അവിടെ ലഡുവൊക്കെ മേടിച്ച് വിതരണം ചെയ്തു. ഏത് മാധ്യമത്തിലൊക്കെ ശമ്പളമൊന്നുമില്ല, പക്ഷെ ശമ്പളം കൊടുത്തില്ലെങ്കിൽ ലഡു മേടിച്ച് വിതരണം ചെയ്തു. ഏത് അവിടെ വന്നപ്പോ. അപ്പൊ അതൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ അവിടെയാണ് ലോകത്തിലേക്ക് 80% ഹെറോയിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ അവരെ തൽക്കാലം അള്ള പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വർഗരാജ്യം കിട്ടണമെങ്കിൽ മറന്നു പോകരുത്, അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഫ്ലൈറ്റിന് 4 ടിക്കറ്റ് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. മറ്റേ ഇവരും സമ്മതിക്കും, ഉറപ്പായിട്ട് അജിംസും ദാവീദും നിഷാദും ഒക്കെ സമ്മതിക്കും. ഇനി ആളെ എന്തെങ്കിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ അടുപ്പ് കൂട്ടുന്ന ചർച്ചയുടെ ഇടക്ക് നടുക്കായിട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം അവർ മറ്റേ ചോദ്യം ചോദിക്കൽ മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. പക്ഷെ അവരെ 3-4 പേരെ വിളിച്ചിട്ട് പോയാൽ അവർ ട്രെയിൻ ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത രാജ്യങ്ങളിലേക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് തുടങ്ങാം.